ഹായ്, ക്രേസ് ലൈൻസുകൾ എന്താണ്? ഇത് പല്ലിൽ വന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എന്ത് ട്രീറ്റ്മെന്റ് ചെയ്യണം, അതോ ട്രീറ്റ്മെന്റ് ചെയ്യാതിരിക്കണോ? ഇതിനി ഒരു ക്രാക്ട് ടൂത്ത് എന്നൊരു സിറ്റുവേഷനിലോട്ട് മാറുമോ? ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ ഡോക്ടർ ഷിമി. ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വിഷയത്തിലോട്ട് വരാം. സോ ക്രേസ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ ലൈൻ ഫ്രാക്ചേഴ്സ് ആണ്. പല്ലുകളിൽ വരുന്ന ഹെയർ ലൈൻ ഫ്രാക്ചർ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വെർട്ടിക്കൽ ഫ്രാക്ചർ ആണ് ക്രേസ് ലൈൻസ് എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത്. ഇത് ഒരു ഔട്ടർ സർഫസിൽ, അതായത് ഇനാമൽ ലെയറിനെ മാത്രം അഫക്ട് ചെയ്യുന്ന ഒരു ഫ്രാക്ചർ ആണ്. അപ്പോൾ അത് ഒന്നെങ്കിൽ ഇന്റേണൽ സർഫസിൽ നിന്നാവാം, അല്ലെങ്കിൽ ഔട്ടർ സർഫസിൽ നിന്നാവാം. പക്ഷേ ഒരു ഇനാമൽ ലെയറിനെ മാത്രമേ ഇത് അഫക്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാര്യമായ ഒരു വേദനയോ അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റിയോ ഇതുപോലുള്ള കാര്യങ്ങളോ ഒന്നും സംഭവിക്കണമെന്നില്ല. ഫ്രാക്ചർ നമ്മൾ ഏതൊരു ഫ്രാക്ചർ ആണെങ്കിലും ഡെന്റിൽ എത്തിപ്പെട്ടാലേ ഉള്ളൂ നിങ്ങൾക്ക് സെൻസിറ്റിവിറ്റി പോലെയുള്ളവ തോന്നുകയുള്ളൂ. ആ ഫ്രാക്ചർ പൾപ്പിനെ ബാധിച്ചാലേ നിങ്ങൾക്ക് പെയിൻ അനുഭവപ്പെടുകയുള്ളൂ. ഇത് ഇനാമൽ ഏറിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് സിംറ്റമാറ്റിക് ആയിട്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. നോർമലായി തന്നെ അത് ഫങ്ഷൻ ചെയ്യും. പിന്നെ എന്താണ് ക്രേസ് ലൈനുകൾക്ക് പലപ്പോഴും ട്രീറ്റ്മെന്റ് തേടി പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫ്രണ്ടിലത്തെ പല്ലുകളാണ്, നിങ്ങൾ ചിരിക്കുമ്പോൾ കാണുന്ന പല്ലുകളാണെങ്കിൽ ചില സമയങ്ങളിൽ കാണാനൊരു അഭംഗി അതുണ്ടാക്കാം. അപ്പോൾ ഒരു എസ്തെറ്റിക് ലുക്ക് അത് പലരും കോൺഷ്യസ് ആവാം. അപ്പോൾ ഒരു ഫ്രാക്ചർ പോലെ, ചിലർക്ക് ഒരു ലൈൻ പോലെ, അല്ലെങ്കിൽ ചില ബ്ലാക്ക് ലൈൻസ് പോലെയൊക്കെ വരാം. അപ്പോൾ ഇങ്ങനെ എസ്തെറ്റിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴാണ് പലപ്പോഴും ഇതിനൊരു ട്രീറ്റ്മെന്റ് അനിവാര്യമായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഫ്രണ്ടിലത്തെ പല്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വെനീർ ചെയ്യേണ്ടതായിട്ട് വരും, ക്രൗണുകൾ ചെയ്യേണ്ടതായിട്ട് വരും. ഇതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫ്രണ്ടിലത്തെ പല്ലുകൾക്ക് വേണ്ടി യൂഷ്വലി ചെയ്യാറുള്ളത്. ഇനി ക്രാക്ട് ടൂത്ത് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് കുറച്ചുകൂടെ വിഭിന്നമാണ്. കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള ഫ്രാക്ചറുകളാണ് ക്രാക്ട് ടൂത്തിൽ വരുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഡെന്റിനെ അല്ലെങ്കിൽ പൾപ്പിനെയൊക്കെ ബാധിക്കുന്നതാണ്. അപ്പോൾ ആ സമയങ്ങളിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ പൾപ്പിനെയൊക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ റൂട്ട് കനാൽ ചെയ്യേണ്ടതായിട്ട് വരും. റൂട്ട് കനാൽ ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു വെനീർ അല്ലെങ്കിൽ ക്യാപ്പൊക്കെ ഇടാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ നമ്മുടെ സാധാരണയുള്ള ക്രേസ് ലൈനുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു റൂട്ട് കനാൽ ചെയ്യുക എന്നൊരു ട്രീറ്റ്മെന്റൊന്നും അനിവാര്യമായിട്ട് വരത്തില്ല. ഇനി എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്രേസ് ലൈനുകൾ വരുന്നതെന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ടും പല്ലിലെ കടി, അതായത് ബൈറ്റിങ് ശരിയല്ല. ചില ആളുകൾക്ക് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടില്ലേ, ബ്രക്സിസം, അതായത് പല്ല് കടിക്കുന്ന ശീലമുള്ളവർ, ഉറക്കത്തിൽ പല്ല് കടിക്കുന്നവരാകാം, അല്ലാതെ ഒരു മെന്റൽ സ്ട്രെസ്സിന്റെ ഒക്കെ ഭാഗമായിട്ട് പല്ലുകടി ശീലമുള്ളവരാകാം. സോ അങ്ങനെ ബ്രക്സിസം ഉള്ള ആളുകളിൽ, പല്ല് നന്നായിട്ട് കടിക്കുന്ന ആളുകളിൽ, മാലൊക്ലൂഷൻ ഉള്ള ആളുകളിൽ പല്ല് നേരെ തെറ്റിയിട്ടായിരിക്കും. സോ ഇംബാലൻസ് ആയിട്ട് പലപ്പോഴും എല്ലാ പല്ലുകളിലോട്ടും എത്തിപ്പെടുന്ന ഫോഴ്സുകൾ ഈക്വൽ ആവണമെന്നില്ല. സോ അങ്ങനെ മാലൊക്ലൂഷൻ ഉള്ള ആളുകളിൽ. ഇനി ചിലരുടെ ചൂയിങ് ഹാബിറ്റ്, ചിലർ ചവയ്ക്കുന്ന രീതിയും കടിക്കുന്ന രീതിയും വ്യത്യാസമായിരിക്കും. പ്രത്യേക രീതിയിൽ ചെയ്യുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം യൂസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. സോ അങ്ങനെ ചൂയിങ് ആൻഡ് ബൈറ്റിംഗ് ഹാബിറ്റ് ഒരാളുടെ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട്. പിന്നെ പുവർ ഓറൽ ഹൈജീൻ, പിന്നെ കട്ടിയുള്ള സാധനങ്ങൾ, നമ്മളിപ്പോൾ ഫ്രണ്ടിലത്തെ പല്ലിലൊക്കെ ആണെങ്കിലും മെറ്റലൊക്കെ നമ്മൾ കടിക്കുക, അതുപോലെ കട്ടിയുള്ള സാധനങ്ങൾ കടിച്ചു പൊട്ടിക്കുന്നതിന് മറ്റുമൊക്കെ പല്ല് ഉപയോഗിക്കുക. ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ എന്താണ് ക്രേസ് ലൈനുകൾ കൂടുതലായിട്ട് വരുന്നതായിട്ട് കാണാറുണ്ട്. മുമ്പ് ഓൾറെഡി പറഞ്ഞു, ക്രാക്ട് ടൂത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് കുറച്ചുകൂടി വിഭിന്നമാണ്. നമ്മുടെ ക്രേസ് ലൈനുകൾക്ക് ട്രീറ്റ്മെന്റ് അനിവാര്യമില്ല. നിങ്ങൾക്ക് കാണാൻ ഒരു ഭംഗിക്ക് ഒരു പ്രശ്നമുണ്ട്, അങ്ങനെയൊക്കെ നിങ്ങൾ ഒരുപാട് കോൺഷ്യസ് ആവുന്നു, നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവലിനെ ബാധിക്കുന്നു, അങ്ങനെ ഉള്ളപ്പോൾ മാത്രം നിങ്ങൾ ട്രീറ്റ്മെന്റുകളിലോട്ട് പോയാൽ മതി. ഇനി ചെറിയ രീതിയിലുള്ള കളർ വേരിയേഷൻ ആണ് ക്രേസ് ലൈനുകൾ മൂലം വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് വൈറ്റനിങ് ട്രീറ്റ്മെന്റുകൾ ചെയ്യാം. വെനീർ തന്നെ ചെയ്യണമെന്നില്ല. ഇനി അതല്ല ബാക്കി കുറച്ചുകൂടെ നിങ്ങൾക്ക് വൈറ്റനിങ് ട്രീറ്റ്മെന്റിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വെനീറിലോട്ട് പോകാം. പക്ഷേ ഈ സാഹചര്യങ്ങളിലൊന്നും നിങ്ങൾക്ക് റൂട്ട് കനാൽ അനിവാര്യമായിട്ട് വരുന്നില്ല. അതേസമയം നിങ്ങൾ ക്രാക്ട് ടൂത്തുകളെ പറ്റിയാണ് ചിന്തിക്കുന്നതെങ്കിൽ അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഡെന്റിൻ അല്ലെങ്കിൽ പൾപ്പിനെ ബാധിക്കുന്നതുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് റൂട്ട് കനാൽ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ മാത്രമല്ല, ക്രേസ് ലൈനുകൾ അസിംറ്റമാറ്റിക് ആണ്. നിങ്ങൾക്ക് വേദന പോലെയുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, കാരണം അത് ഇനാമലിനെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. ഒരേ ഒരു പ്രശ്നം എസ്തെറ്റിക്സ് ആണ്. പക്ഷേ ക്രാക്ട് ടൂത്ത് പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സിംറ്റമാറ്റിക് ആയിരിക്കും, നിങ്ങൾക്ക് വേദന വരാം, നിങ്ങൾക്ക് സെൻസിറ്റിവിറ്റി വരാം. സോ എനിവേ നിങ്ങളൊരു ട്രീറ്റ്മെന്റിന് നിർബന്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ക്രാക്ട് ടൂത്ത്. രണ്ടും ഫ്രാക്ചറുകളാണ്. ക്രേസ് ലൈനുകൾ ഒരു ഹെയർ ലൈൻ ഫ്രാക്ചർ ആണ്. കുറച്ചുകൂടി ഡീപ്പ് ആയിട്ടുള്ള ഫ്രാക്ചറുകളാണ് ക്രാക്ട് ടൂത്തിൽ വരുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് റീസെന്റ് ആയിട്ട് വന്നൊരു കമന്റ് ആയിരുന്നു, ക്രേസ് ലൈനുകൾ എന്തുകൊണ്ട് വരുന്നു, ഈ ക്രേസ് ലൈനുകൾ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ആവശ്യമാണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹെയർ ലൈൻ ഫ്രാക്ചേഴ്സ് ആണവ. ട്രീറ്റ്മെന്റ് വേണോ വേണ്ടോ എന്നുള്ളത് ഓരോ പേഷ്യൻസിന്റെ മെന്റാലിറ്റി അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. നമുക്ക് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫ്രണ്ടിലത്തെ പല്ലാണെങ്കിലൊക്കെ ചെയ്താൽ മതിയാകും. പുറകിലത്തെ പല്ലാണ്, വെളിയിൽ കാണുന്നില്ല, നിങ്ങൾക്ക് അത്ര വലിയ എസ്തെറ്റിക്കലി വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെഗ്ലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഉടനടി ഒരു ട്രീറ്റ്മെന്റിന്റെ ആവശ്യം വരുന്നില്ല. എല്ലാവർക്കും വീഡിയോ ഉപയോഗപ്രദമാകുന്നുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണും വരെ ബൈ.